നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഒരു സിനിമയെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ JB ജംഗ്ഷൻ. ആ സിനിമയുടെ വഴിത്തിരിവുകളിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. കമ്മട്ടിപ്പാടം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത്? വരട്ടെ. അനിൽ അലസൻ നായർ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട നാടക സുഹൃത്തും സിനിമാ സുഹൃത്തും. ഇതിനിടെ ഞാനും അനിലേട്ടനും തമ്മിൽ ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചു. അനിലേട്ടനും അതിൽ വളരെ വ്യക്തമായിട്ടുള്ള വളരെ നല്ലൊരു വേഷം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനിലേട്ടൻ്റെ പ്രകടനം ഏറെ ഇഷ്ടമായി. എൻ്റെ ചോദ്യം, ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് എന്നത് ആദ്യം അനിൽ നെടുമങ്ങാട് എന്നായിരുന്നു, അനിൽ നായർ മാറി, അനിൽ അലസൻ നായർ മാറി, ഇപ്പോൾ അനിൽ ഡിങ്കോയിസ്റ്റ് എന്നോ മറ്റുമാണ്. എന്താണ് ഇങ്ങനെ ഈ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഓരോ സിനിമയുടെയും വിജയം ആകുമ്പോൾ, ഓരോ സിനിമയുടെയും വിജയം നേടുമ്പോൾ പേര് മാറ്റുകയാണോ? അതറിഞ്ഞാൽ കൊള്ളാം. അതിലെ ഇത് നമ്മളൊന്നും പറഞ്ഞല്ല, നിങ്ങളുടെ സുഹൃത്ത് തന്നെ പറഞ്ഞു. എന്താണ് ഈ പേര് മാറ്റത്തിന് പിന്നിൽ? അല്ല, പേര് മാറ്റിയത് ആദ്യം അനിൽ നായർ നിർത്തുമ്പോൾ ഫേസ്ബുക്ക് ആണല്ലോ, നമുക്ക് കുറച്ച് തമാശയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അനിൽ നായർ എന്ന് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വെച്ചാൽ നിങ്ങൾ ഈ വലിയ ഈ പാർട്ടിയുടെയൊക്കെ വലിയ ആളായിട്ട് നായർ ഇതാണ് ഇങ്ങനെ ആയിട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ശരിക്കുള്ള എൻ്റെ ഒരു പേര്, അച്ഛനും അമ്മയുടെ പേര് അനിൽ എന്നാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര അലസനായിട്ടുള്ള ഒരാളെന്നാണ്. അപ്പോൾ ഞാൻ അനിൽ അലസൻ പേരിട്ടു. പിന്നെ ഇപ്പോൾ ഈ ഡിങ്കോയിസ്റ്റുകളൊക്കെ വന്നപ്പോൾ എനിക്ക് അതൊരു രസം തോന്നി. ഫേസ്ബുക്കിലല്ലേ, നമുക്ക് SSLC ബുക്കിൽ മാറ്റാകില്ലല്ലോ. അപ്പോൾ ഫേസ്ബുക്കിൽ അലസൻ്റെ കൂടെ അനിൽ അലസൻ ഡിങ്കോയിസ്റ്റ് എന്നാക്കി അത്രയും ഒരു സ്പെസിഫിൻ ആണ് കേട്ടോ. മാറിക്കൊണ്ടിരിക്കും. അനിലിന് ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ റോളുണ്ട്, തുടക്കം മുതൽ. പക്ഷെ ആദ്യകാലത്തൊക്കെ വളരെ സൗമ്യമാണ്. പക്ഷെ ആ സൗമ്യത വേറൊരു രൂപത്തിലേക്ക് മാറി അവസാനം ഒരു മുഴുവില്ലൻ്റെ പരിവേഷത്തിലേക്ക് പോവുകയാണ്. അനിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഗൗരവം അനിൽ ഉൾക്കൊണ്ടിരുന്നു. സിനിമയുടെ ഒരു പ്ലാനിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ രാജീവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറാണ്, ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ അപ്പോഴും നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം തന്നെ എൻ്റെ ഒരു കാസ്റ്റിംഗ് രാജീവേട്ടൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇത് ആരാണ്, നമുക്കൊരു ക്യാരക്ടറിനൊരു മോഡൽ വേണമല്ലോ. അപ്പോൾ പല ആൾക്കാരെയും, ഇപ്പോൾ ആബ്കാരി ബിസിനസ്സിലൊക്കെ ഉള്ള പല ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് കണ്ടു. പല ആൾക്കാരെ കാണാൻ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അവരുടെ പ്രസംഗം, സ്പീച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പത്രസമ്മേളനം, അവരുടെ ചില രീതികൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ജീവിതത്തിൽ തന്നെ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർ വളരെ സൗമ്യമായിരിക്കും. നമ്മളടുത്ത് ഇതിൽ പറയുമ്പോൾ മോനെ വാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്യും. ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ആക്രമിക്കാൻ തുടങ്ങിയാൽ തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നൊരു വയലൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഉള്ളിൽ വയലൻസ് ഉണ്ട്, ഭയങ്കര വയലൻസ് ആണ്. പക്ഷെ പുറമേക്ക് അത് കാണിക്കില്ല. പുറമേക്ക് മണികണ്ഠൻ്റെ ഇങ്ങനെ ചവലിലൊക്കെ കൈയൊക്കെ വെച്ച് അവരെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കും. ആ ക്യാരക്ടറാണ് ശരിക്കും രാജേട്ടൻ ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അയാളാണ് ഈ നഗരം, അയാളുടെ കൂടെയുള്ള കുറേ ആൾക്കാർ ചേർന്നാണ് നഗരം. പക്ഷേ ഈ നഗരം ഉണ്ടാക്കുന്നത് ബാലൻ്റെയും ഗംഗയുടെയൊക്കെ ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട്. പിന്നെ രാജീവേട്ടൻ്റെ ഒരു പ്രത്യേകത, രാജീവേട്ടൻ വളരെ കുറച്ചേ പറയുള്ളൂ, പക്ഷെ നമുക്കത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു 4-5 സെൻറ്റൻസിലൂടെ നമ്മളെ ക്യാരക്ടർ പറഞ്ഞു തരും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ സിമ്പിളാണ്. ഈ കഥാപാത്രം ഇത്രത്തോളം പ്രസക്തി ഉണ്ട് ഈ സിനിമയിൽ എന്നുള്ള കാര്യം അനിലിന് അറിയാമായിരുന്നു. എനിക്ക് അനിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിൽ വരികയും നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ താങ്കളുടെ ലൈഫിലെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും ശ്രദ്ധേയമായൊരു വേഷം അനിലിന് മുമ്പ് കിട്ടിയിട്ടില്ല. മാത്രമല്ല ആ സിനിമ അവസാനം അതിൻ്റെ ക്ലൈമാക്സ് അനിലാണ് നിൽക്കുന്നത്. അപ്പം അത് ചെറിയൊരു കാര്യമില്ല. അവിടെ ഒരു പാളിച്ച വന്നാൽ വേണമെങ്കിൽ അതൊരു കോമഡി ആയിട്ട് വേണം മാറാം. ആ രംഗങ്ങൾക്കെല്ലാം ആ ഒരു അതിനുള്ള സാധ്യതയുണ്ട്. ഒന്നും വേണേൽ പാളിക്കൂടാ ഇല്ലായിരുന്നു. സിനിമയിലിൻ്റെ തുടക്കമാണ് ശരിക്കും. സബ്സ്ക്രൈബർ എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. അത് മമ്മൂക്ക വിളിച്ച് കയറി ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ച് തരുന്ന ഒരു ചെറിയൊരു വേഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ചാനലിൽ തന്നെയായിരുന്നു പ്രോഗ്രാം. പല ചാനലിലും പ്രോഗ്രാം ഉണ്ട്, കൂടുതലും കയറിൽ തന്നെയായിരുന്നു. തുടങ്ങിയത് സ്റ്റീൽ ഓഫീസിൽ നിന്നാണ്. തൊട്ടടുത്ത് തന്നെ രാജീവേട്ടൻ വളരെ പ്രധാനപ്പെട്ടൊരു വേഷത്തിലോട്ട് തരിക എന്ന് പറയുന്നത് ഒരു രാജീവേട്ടൻ കൂടെ എടുത്ത റിസ്ക്കാണ്. നിലവിലുള്ള താരങ്ങളൊക്കെ വിട്ട് മണികണ്ഠൻ എന്ന് പറയുന്ന നടൻ ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിൽ മണികണ്ഠൻ വഹിക്കുന്നു. അങ്ങനെ ഒരു സിനിമയിൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ, രാജീവേട്ടനെ പോലുള്ള ആൾക്കാർ വരുമ്പോഴേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സാധ്യതയുള്ളൂ. അദ്ദേഹം വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് ആ ഒരു വില്ലത്തരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു സംഭവമല്ല.
താങ്കൾ ഇദ്ദേഹമാണ് വില്ലനാണെന്ന് വരുമ്പോൾ തിരക്കഥാകൃത്തിന് ആശങ്കകളുണ്ടായിരുന്നു? അല്ല, അത് ഈ പറഞ്ഞ പോലെ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഇങ്ങനെ പലരെയും പറഞ്ഞു പോയ കൂട്ടത്തിൽ അനിലിൻ്റെ പേര് ആദ്യം തന്നെ ഫിക്സ് ചെയ്തു. കഥാപാത്രത്തിന്റെ നാമങ്ങളിലുമൊക്കെ മാറ്റം വരുമ്പോഴും ചെയ്യുന്ന ആൾ ഇന്ന ആളാണെന്നുള്ളതിൽ നിന്ന് അത് ഒരു തർക്കം ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിലെ ആക്ടിങ്ങിലും അനിലിനെ നോക്കിയാൽ അറിയാം ഒരു പിന്നെ എങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അയാൾ നോക്കുന്നത്. കൈകെട്ടലുകള്, ഏണിന് കൈ കൊടുത്തുള്ള നിപ്പ്, അതൊക്കെ നമ്മളിങ്ങനെ പോസ്റ്ററുകൾ നോക്കിയാൽ അറിയാം. അല്ലാതെ വളരെ വികറസായിട്ട് അങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പുറത്ത് വളരെ അതാണ് ശാന്തമായ സമുദ്രം നമ്മളിൽ ഒരു ഭീതി ഉണർത്തുന്നത് പോലെയാണ് ആ കഥാപാത്രത്തിനെ ഒരു ഇമേജ് വെച്ച് ഞാൻ പറഞ്ഞ. അയാൾ ആ ശാന്തതയാണ് അനിൽ അറിഞ്ഞുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം അനിൽ പറയണം. പക്ഷെ എനിക്ക് കിട്ടുന്നത് അതിനെ ഇങ്ങനെ കൂളായി കാമായി, അത് നേരത്തെ പറഞ്ഞതിനകത്തുണ്ടത് അങ്ങനെ പോയിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആ ഭീതി ജനിപ്പിക്കുന്നത്. ഇവരെ ഏറ്റവും അവസാനം ഇത് അടിക്കുമ്പോൾ, തലക്കെട്ട് അടിക്കുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുന്നത് ഇവൻ്റെ ഈ ശാന്തതയുടെ രൗദ്രഭാവം അത് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അനിൽ ആ ഒരു അങ്ങനത്തെ ഒരു അലസഭാവം ആണതിന് വേണ്ടതെന്നുള്ള തീരുമാനിച്ചു. അതേ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ കുറച്ച് അത്ര ഒരു ഓവർ ആക്റ്റീവ്സും വേണ്ടതില്ല, വളരെ സട്ടിലായിട്ട് നിന്നാൽ മതി, എങ്ങനെ അഭിനയിക്കാതിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും വലിയ മിതത്വം പാലിക്കുക, എങ്ങനെ റിസ്ട്രെയിൻ. ഒരു പക്ഷേ അതാണ് ഏറ്റവും പ്രധാനം. കുറച്ചുകൂടെ വലിയ ഉള്ളതിനെ കുറയ്ക്കുക. പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ അത് ഇതേ സമയത്ത് നമ്മൾ വേറെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റീവ് ലോപ്പസിൽ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. സ്റ്റീവ് ലോപ്പസിൽ ഫുൾ ടൈം കുടിച്ച് ഫിറ്റായിട്ട് അങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ട്. ഈ ക്യാരക്ടർ പെർഫോമൻസിൻ്റെ ഏരിയ കുറവാണ്. ഇയാൾ വളരെ ശാന്തമായിട്ട് വിളിച്ച് നൈസായിട്ട് ഇവരെ കൊണ്ട് കൊട്ടേഷൻ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉള്ള ക്യാരക്ടർ. പിന്നെ അപ്പുറത്ത് നമ്മളൊരു കുടിയനായിട്ടോ അല്ലെങ്കിൽ ഒരു കൊലപാതകമായിട്ടോ ഒക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള മാറ്റം, അതിൻ്റെ ചടുലത ഉണ്ടാകും. വരട്ടെ, ഒരാൾ വരുന്നത്. ഞാൻ ബാലേട്ടൻ്റെ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ബാലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ നാടകമാവട്ടെ സിനിമയാകട്ടെ എഴുതപ്പെട്ട ലിഖിത രൂപം ഉണ്ടല്ലോ, ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നമ്മളൊരു ഒരു പ്ലേയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അതിനെ വളരെയധികം സർഗാത്മകമായി വിപ്ലവകരമായി അട്ടിമറിക്കുന്ന ഒന്നാവണം അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് ബാലേട്ടൻ പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ രാജീവിൻ്റെ നിലപാടും ഇതുതന്നെ ആവാം. ഒരു കമ്മട്ടിപ്പാടം എന്ന സിനിമയുടെ രചന നിർവഹിക്കുമ്പോഴും അതിനോട് സഹകരിക്കുമ്പോഴും ബാലേട്ടൻ ഞങ്ങളോട് മുമ്പ് പറഞ്ഞു തന്ന ഈ ഒരു സംഗതി, അതിൻ്റെ പ്രാവർത്തിക തലത്തിൽ എന്തായിരുന്നു അനുഭവം എന്നറിയാൻ എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ താല്പര്യമുണ്ട്. സംസാരിക്കുമല്ലോ അല്ലേ? ആദ്യകാലം തൊട്ടേ എൻ്റെ മനസ്സിൽ ഈ റൈറ്റർ ഓറിയൻറ്റഡ് ആണ് സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഡയറക്ടറുടെ മീഡിയമാണെന്നാണ് ആദ്യം തൊട്ടേ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ട്. നമുക്കെങ്ങനെ ആ ആളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ അയാളെ ഇൻസ്പയർ ചെയ്യിക്കാനോ ഒക്കെ നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ പലപ്പോഴും ചില സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഡയറക്ടറുമായിട്ട് ചെറിയൊരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില മാറ്റം മറിച്ചിലുകളൂടെ ചെയ്യാം. ചിലത് അങ്ങനെ പറ്റില്ല. ചിലത് കൂട്ടായിട്ട് തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് റീറൈറ്റ് ചെയ്ത് പിന്നെയും ചെയ്ത് അപ്പോഴൊക്കെ നമ്മുടെ അന്വേഷണം ഇയാൾക്ക് ആവശ്യമുള്ള ഒരു വഴി തെളിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ചില ഒരു റൂട്ട് പാത്തുണ്ട്, ഒരു വഴി ഇല്ലാത്ത സ്ഥലത്തോട് ഒരു വഴി തെളിച്ചു കൊടുക്കുന്നതിനകത്ത് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ രാജീവ് ഞാനും കൂടെ ഒരു 5-6 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുമ്പോഴും നടന്നിട്ടുള്ളത് ശരിക്കും ഒരു നാടക കൃതിയായാലും സിനിമയുടെ കൃതിയായാലും കൃതി ഒരു 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 എന്താണ് ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ അർഹതപ്പെട്ട ഒന്നാണ്. മേക്കിംഗ് ആണ് അതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഇതിനെ ചിലപ്പം അയാൾ എത്ര ഊർജത്തോടു കൂടി നിരാകരിക്കുന്നു പോകും, അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പ്. അത് നിരാകരിക്കപ്പെടാനുള്ള ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ള അവബോധമാണ് എന്നെ അവിടെ സ്വസ്ഥനാക്കുന്നത്. വലട്ടെ. പക്ഷേ ഈ മലയാള സിനിമയിൽ എക്കാലത്തും ഈ പ്രതിസന്ധി വരുമ്പോൾ ഭയങ്കര ചർച്ച വരുമ്പോൾ ഈ തിരക്കഥേൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഭയങ്കര ഊന്നലുണ്ട്. അപ്പം തിരക്കഥ എവിടെ? തിരക്കഥയാണ്. എനിക്ക് തോന്നുന്നു രാജീവ് രവിയെന്ന് പറഞ്ഞിട്ടുണ്ട് തിരക്കഥയെ കത്തിച്ച് കളയണം അല്ലേ? അതെ. അപ്പം നിങ്ങളുടെ തിരക്കഥ കത്തിച്ച് കളഞ്ഞോ? ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കഥയെ കത്തിക്കാനുള്ളതാണ്. അത് വാക്കുകൾ മാറി വരാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു നിങ്ങൾ കൊടുത്തത് രാജീവ് അവിടെ ഇങ്ങനെ ലൈറ്റർ അടിച്ചിട്ട് കത്തിച്ചോ അങ്ങനത്തെ വാക്കർത്ഥത്തിൽ എടുക്കുമ്പോൾ അത് നമുക്ക് കുഴപ്പമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഒരു ഈസ്തറ്റിക് പ്രോസസ്സ് വെച്ച് നമ്മൾ നോക്കിയാൽ
അതിനെ ഉടച്ചു വാർക്കണം. ഉടച്ചലല്ല, അതിനെ നിരാകരിക്കലുണ്ട്. ഇപ്പം ഞാൻ ശങ്കരപ്പിള്ള സാറിൻ്റെ ഏകാഗി എന്ന് പറഞ്ഞൊരു നാടകം എഴുതിയപ്പോൾ അതിപ്പോഴും DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒറ്റ ആമുഖം 4 വാചകം എഴുതിയിട്ടുണ്ട്. നാടകകൃത്ത് എന്നുള്ള നിലയിൽ എൻ്റെ രചനയെ എങ്ങനെ നിരാകരിക്കാമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ബാലേന്ദ്രൻ ആ നാടകം സംവിധാനം ചെയ്തത്. ബാലേട്ടൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞതാണോ ശരി, രാജീവ് രവി പറഞ്ഞാണോ ശരി, രണ്ടിലും ശരിയുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ ഇതാവണ്ട. രാജീവ് പറഞ്ഞത് സത്യമാണ്. എനിക്ക് അന്നും അത് കേട്ടപ്പോൾ തോന്നി അത് സത്യമാണല്ലോ. പറഞ്ഞാണ് ശരി, രാജീവ് പറഞ്ഞാണ് സംശയം എന്താ? അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞത് ശരിയല്ല. ശ്രീനിവാസൻ എൻ്റെ മുമ്പിൽ ഒരു വിഷയമല്ല. ഞാൻ എന്തിനാ വെറുതെ നിങ്ങളൊരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കാൻ വേണ്ടി അതിൽ ഞാൻ കയറി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം സ്വസ്ഥനായി ജീവിക്കട്ടെ, ഞാൻ എൻ്റെ സ്വസ്ഥതയായിട്ട് പോകുന്നു. പക്ഷെ ഞാൻ രാജീവായിട്ടൊരു മണിയേട്ടർ കയറി പിടിക്കണം. ഇല്ല ഇല്ല, അതിലൊട്ടും പിടിക്കാൻ താല്പര്യം. അതിലൊരുപാട് പുരുവാലികൾ ജീവിതത്തിൽ പിടിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങളോട് ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് പുതിയ കഥാപാത്രങ്ങൾ. ഇപ്പം മണികണ്ഠനൊക്കെ പുതിയ കഥാപാത്രങ്ങൾ. മണികണ്ഠൻ പണ്ട് കുറേ സിനിമയിൽ അമിതാഭ് ബച്ചൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിരുന്നപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നാട്ടിലുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് അല്ലേ മണികണ്ഠൻ? അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏറെക്കുറെ അതുപോലെ സാമ്യമായിട്ടൊന്നും പറഞ്ഞിരുന്നല്ലോ. അത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സംഗീത സ്റ്റുഡിയോയിൽ ഞാൻ ഓഫീസ് ബോയ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവരൊരു ഓഫീസ് ഇടും. അവിടെ ഫോട്ടോ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് ചാൻസ് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട് തമിഴ്നാട്ടിൽ. അപ്പം അങ്ങനെ ഫോട്ടോ കൊണ്ട് പോകുമ്പോൾ ഈ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് അഭിനേതാക്കളെ എടുക്കുന്ന സ്ഥലമല്ല, ഇവിടെ ഒരു ഓഫീസ് ബോയുടെ ഗ്യാപ്പിൻ്റെ അവിടെ ആണെങ്കിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി അവിടെ നിന്ന് സിനിമ അതുവരെ നാട്ടുകാരെ തോപ്പിക്കാനായിട്ടൊരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളെ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ചെയ്തടാന്ന് ഒന്ന് നാട്ടിൽ വന്നോന്നുണ്ടായിരുന്നു. ഷഡ്ഡി മാത്രം ഇട്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് കുറേ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഇവരൊക്കെ കണ്ട് സിനിമയുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നും അതിൻ്റെ അതൊരു സാധാരണ കാര്യമല്ല എന്ന് എനിക്ക് തോന്നിയത്. അതിനെ ഇഷ്ടപ്പെടേണ്ടതാണെന്നും പഠിക്കേണ്ടതാണെന്ന് തോന്നി അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ എഫക്ട്സ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ എഡിറ്റിങ്, ഡബ്ബിങ്, എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയി ഒരേ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കും, എന്തെങ്കിലും ചെറിയ ക്യാരക്ടറിന് ഡബ് ചെയ്ത് നോക്കും. അതേപോലെ ഈ എഫക്ട്സ് ചെയ്യുന്നിടത്ത് അവർ അതിൽ സൗണ്ട് എഞ്ചിനീയർ മലയാളിയായിരുന്നു. ആളുടെ പേര് രജീഷാണ്. അപ്പോൾ ആളെ ഇടയ്ക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ 7ാം അറിവ് എന്ന് പറഞ്ഞ പടം നടക്കണത് ദീപാവലി ടൈമാണ്, സൂര്യ. അപ്പോൾ അതിൽ വില്ലൻ വന്നിട്ട് പട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിന് മുമ്പ് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. ആ ബിസ്ക്കറ്റ് തിന്നുന്നത് ഞാനാണ് തിന്നത്. അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ശബ്ദം വരുന്നുണ്ട് കേട്ടോ. ഈ പണിയൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള ആരാണെന്നറിയാം, അനിലായിരുന്നു. അനിലിങ്ങനെ ഒരുപാട് നടന്മാർക്ക് ഒരുപാട് പേർക്ക് ശബ്ദം കൊടുത്തിട്ടുള്ള ആളാണ്. ശബ്ദത്തിൻ്റെയൊക്കെ പല ഭാവപ്പകർച്ചയിലൂടെയാണ് അനിൽ ഒരു കലാകാരൻ. അല്ല അനിൽ എന്നുണ്ട് ശരിയല്ലേ പറഞ്ഞു? ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ എടുത്ത് മലയാളവൽക്കരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ലോകത്തുള്ള എല്ലാ സിനിമയും എടുത്ത് മൂപ്പർ പയറ്റി കണ്ടില്ലേ? ബ്രൂസ്ലി ആയിട്ടാണ് മൂപ്പർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ബാലചാവല്യം അഭിനയിക്കാൻ അന്ന് ആ സമയത്ത് പല സംവിധായകരുടെ അടുത്ത് ചാൻസ് വെച്ച് പോയിട്ടുണ്ട് തുടക്കത്തിൽ. അല്ല, വേണുനാഗവള്ളി മാത്രമാണ് ഒരു അവസരം തന്നത് സീരിയലിൽ. അപ്പോൾ ഒരു വാശി വന്നു, ഈ നമുക്ക് അഭിനയിക്കാൻ വേറൊരു സ്പേസ് ഇല്ല. അന്ന് ഇങ്ങനത്തെ ഒരു സ്പേസ് തിയേറ്ററിലില്ല, സിനിമയിലില്ല. കാരണം സ്റ്റാറുകൾ മാത്രമേ അഭിനയിക്കുള്ളൂ, പുതിയ ആൾക്കാർക്ക് അവസരമില്ല. ഞാനാണെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇറങ്ങിയതേ ഉള്ളൂ, ഇറങ്ങിയൊരു 2-3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ താരങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ നോക്കില്ല. പിന്നെ ബ്രൂസ്ലി ആവട്ടെ, ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ, എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു. അതാണ് പുതു താരങ്ങൾ അല്ലെങ്കിൽ പുതു നടന്മാർ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് പുതിയ ആൾക്കാരെ ഇതിനകത്തേക്ക് ടാപ്പ് ചെയ്തു. പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല മനോഹരമായ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് അവരെക്കുറിച്ച്. മണികണ്ഠൻ, പിന്നെ പുതിയതായിട്ട് നായിക ഷോൺ, പിന്നെ അമ്മാളുടെ, അങ്ങനെ കുറേ ഒരുപാട് പേരുണ്ട്. സിനിമയുടെ ഒരു ദൈർഘ്യം എനിക്കൊന്ന് രാജീവ് രവി നിങ്ങൾ തിരക്കഥ കത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും ദൈർഘ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ അത് പല നടന്മാരും ഉണ്ടായിരുന്നു, നല്ല കഴിവുള്ള നടന്മാർ. ഏത് നല്ലൊരു കാര്യത്തെക്കുറിച്ചും ഒരു വിമർശനം വേണം ഉന്നയിക്കുന്നതിൽ ഒരു തരാറില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ സുരാജ് അല്ലെങ്കിൽ നമ്മുടെ
മറ്റേ വിനയ് ഫോർട്ട്, ഇങ്ങനെയുള്ള പല നടന്മാരും. ഞാൻ ആഗ്രഹിച്ചത് അവർക്ക് കുറച്ചും കൂടി ഒരു റോള് ആ പടത്തിൽ കിട്ടേണ്ടിയിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ, അത്രയും നല്ല ടാലൻസ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നോ എന്ന് വേണം ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ സിനിമയ്ക്ക് ഒരു 2.5-3 മണിക്കൂർ അപ്പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ മനസ്സിലുണ്ട്. അവർക്ക് കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കഥാപാത്രങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നവരുണ്ടായിരുന്നു. എന്താ പറയട്ടെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്ന്, ഈ തിയേറ്ററിലെ സമയബോധത്തെക്കുറിച്ച് ആദ്യം ഇതിലൊന്നും പെടുന്നില്ല. കാര്യം ആർട്ടിസ്റ്റുകളോ സിനിമ എത്ര സമയം പോകണമെന്നൊന്നും ഇല്ല. മനസ്സിലുണ്ടായിരുന്ന ഒരു എപ്പിക് സ്വഭാവമുള്ള ഒരു നരേഷൻ വേണം. എല്ലാം വിശദമായി പല കഥാപാത്രങ്ങളുടെയും റൂട്ടുകളും ഒക്കെ കൊടുത്ത് പോകണമെന്നുള്ളൊരു ചിന്തയിലാണ് ആദ്യ ചർച്ചകളൊക്കെ പോയത്. ഞാൻ ഈ എഡിറ്റഡ് വേർഷനും ഇതുമെല്ലാം കണ്ടിട്ട്, അപ്പോൾ രാജീവ് മദ്രാസിലാണ്, അപ്പോൾ എനിക്കെന്തോ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു തോന്നൽ വന്നു. അപ്പോൾ തന്നെ 2.25 മണിക്കൂറുണ്ട് ഇത് ഞാൻ കാണുന്നത്. പക്ഷെ എനിക്കപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇല്ലല്ലോ, വന്നില്ലല്ലോ കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ രാജീവിനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, രാജീവ് ഇങ്ങനൊരു ഫീൽ എനിക്കുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇത് കുറയ്ക്കണമെന്നൊക്കെ പലരും പറയുന്നുമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? രാജീവ് പറഞ്ഞു, ബാലേട്ടൻ എന്നാ ഒരു കാര്യം ചെയ്യും, ഇനി എവിടെ അത് കുറയ്ക്കാൻ പറ്റുന്നത്? ബാലേട്ടനെ ഏൽപ്പിച്ചാൽ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഫീല് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ അത്രയും വിശദമായിട്ട് ഒരു 4-4.5 മണിക്കൂർ വരുന്ന ഒരു പടം എഡിറ്റഡ് വേർഷൻ ഉണ്ടാക്കിയാൽ നമുക്കത് DVD ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അത് താല്പര്യമുള്ളവർക്ക് കാണാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. ഇതിപ്പം നമുക്ക് നിവൃത്തിയില്ല. ഇതിപ്പോൾ ഇത് തന്നെ വളരെ കൂടുതലാണ് ഈ 3 മണി. അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങൾ അവിടെ ഇവിടെയും, ചില കഥാപാത്രങ്ങൾ വന്നു കയറിയതിനോ അവരുടെ വിവാഹം നടന്നതിനോ ഒക്കെ ഉള്ള ചില റീസൺസ് ഒക്കെ. പക്ഷെ അജിത്ത് അത് ബുദ്ധിപൂർവ്വം, എന്നുവെച്ചാൽ അജിത്ത് ത്രൂ ഔട്ട് ഇതിനകത്തുള്ള ഒരാളാണ്. എന്നാൽ എഡിറ്റിംഗ് ടേബിളിൽ മാത്രം ഇരിക്കുന്ന ആളല്ല, ഇതിനകത്ത് സ്ക്രിപ്റ്റിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട് അജിത്ത്. എല്ലാ മേഖലകളിലും വർക്ക് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിൻ്റെ എന്താണ് ആത്മാംശം അജിത്തിന് നല്ലപോലെ അറിയാം, നിലനിർത്തി. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയെങ്കിലും ഈ 3 മണിക്കൂർ നമുക്കത് ഒന്നും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു നിങ്ങൾക്ക്. വലിയ പ്രശ്നമുണ്ട് അല്ലേ? ചില കഥാപാത്രങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ പുനർജനിക്കുമ്പോൾ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് കണക്ഷൻ എനിക്ക് പ്രശ്നമാണ് ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അജിത്ത് ഭംഗിയായിട്ട് സിനിമയുടെ സമയപരിമിതി, ഇപ്പം ഷോയ്ക്ക് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട്. മറ്റൊന്ന്, സിനിമയുടെ ഒരു അന്തർധാരയായിട്ട് ഒരു പ്രയാണം നടത്തുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം, ഒരു പക്ഷേ ചില ആൾക്കാർ അതിനെക്കുറിച്ച് ഒരുപാട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് രാജീവ് രവിയുടെ സിനിമയുടെ വീണ്ടും രാജീവ് രവി സിനിമയിൽ ഞാൻ എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം തരുന്ന അനുഭവമാണ്. അത് പ്രേക്ഷകർ ഏറ്റുവാങ്ങുന്നു, അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നിടത്ത് അതിനേക്കാൾ സന്തോഷം. രാജീവ് രവി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും രാജീവ് രവി മുന്നോട്ട് വയ്ക്കുന്ന ചലച്ചിത്ര ഭാഷയും മലയാളികൾ തിരിച്ചറിയുന്നു എന്ന് പറയുന്നിടത്ത് അതിനേക്കാൾ ഏറെ സന്തോഷം തോന്നും. നിങ്ങൾ ഈ രാഷ്ട്രീയം ഒന്നും ബാധിച്ചിരുന്നില്ലല്ലോ എഴുതുമ്പോൾ തിരക്കഥ? അല്ല, എന്നെ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. ഒരിക്കലും ഇല്ല. രാജീവ് വ്യക്തമായ രാഷ്ട്രീയ ബോധവും വീക്ഷണവും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. മഹാരാജാസ് കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഞാൻ ആ രീതി വന്ന ഒരാളല്ല. എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് പവിത്രത്തിൽ നിന്ന് പുനരധിവാസത്തിലും മറ്റു നാടകങ്ങളിലും എങ്ങനെയാണോ ഇത്തരം മനുഷ്യ ഹൃദയങ്ങളെ, അവരുടെ മനസ്സിനെ, അതിൻ്റെ ബന്ധങ്ങളെ അപഗ്രഥിക്കുകയും അതിനെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുകയും നമുക്ക് അജ്ഞാതമായ മനസ്സിൻ്റെ ചില ഇരുണ്ട മേഖലകളെയൊക്കെ കാണിച്ചു തരാനുള്ള ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ള എൻ്റെ ചില കഴിവുകളെ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രതലത്തിന് ഒരു മാനവികതയുടെ കുറച്ചും കൂടെ ഇഴയെടുപ്പമുള്ള ഒരു തലം കിട്ടും എന്നുള്ള രാജീവിൻ്റെ പ്രതീക്ഷയാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ജീവിക്കുന്ന കഥാപാത്രങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും പാടണമെന്നില്ല. അനിലിനൊരു ആശങ്ക ഉണ്ടായിരുന്നില്ല, ഈ മണികണ്ഠനെയും വിനായകനെയും ഇവരെയൊക്കെ വെച്ചൊരു സിനിമ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ദുൽഖർ മാത്രമേ ഉള്ളൂ. ദുൽഖറാണെങ്കിൽ അതിനകത്ത് ഒരു അമാനുഷികമായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ആ മറ്റ് കഥാപാത്രങ്ങളിലെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം. ഒരാശങ്ക ഉണ്ടായിരുന്നു? ഇല്ല, ആശങ്ക സിനിമയിലെ വിജയത്തിനെ കുറിച്ച് ഞാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പൈസ ഇഷ്ടമില്ല, അത് പ്രൊഡ്യൂസറാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പക്ഷെ സ്റ്റീവ് ലോപ്പസിൻ്റെ ഒരു പരാജയം ഇതിലുണ്ടാവില്ല എന്നുള്ളത് ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു രാജീവ് രവി എന്നുള്ള സംവിധായകൻ തീരുമാനിച്ചിരുന്നു.
കമ്മട്ടിപ്പാടം ചെയ്യുന്ന സമയത്ത് രാജീവേട്ടൻ ഉറപ്പിച്ചിരുന്നു മനസ്സിൽ ഇത് ഹിറ്റാക്കാൻ പോകുന്ന സിനിമയാണ് എന്ന് ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് ചെയ്യുന്ന അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഉറപ്പുണ്ടായിരുന്നൊരു കാര്യമാണ്. മണികണ്ഠ, ഈ സിനിമയിലെ പാട്ടുകൾ അത് ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച പാട്ടുകളാണ്. ഒരുപക്ഷെ ആ പാട്ടുകൾക്ക് വേറെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ടും മാറിപ്പോയത് എവിടെയൊക്കെയാണ് പോകുന്നത്. ആ പാട്ടുകളുടെ ആ ഒരു ഇത് മണികണ്ഠൻ ഒരു തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട് ആ പാട്ടിൻ്റെ ഒരു എന്താ പറയണ്ട ഈ സിനിമയെ എങ്ങനെ അങ്ങനെ അതിലേക്ക് നന്നായിട്ട് അലിയിച്ച് ചേർക്കുന്നതിനുള്ള ആ പാട്ടിൻ്റെ ഒരു റോള് മണികണ്ഠൻ ശ്രദ്ധിച്ചിരുന്നു. അത് പാട്ട് അത് സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ പാട്ടിന് വേണ്ടിയിട്ട് ഒരു മാറി നിൽക്കുന്നുണ്ടായില്ല. ഞങ്ങളുടെയൊക്കെ അതിന് ഒപ്പം സഞ്ചരിക്കുക. അതെ 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 ആ ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഭയങ്കര ബന്ധം തോന്നി. മണികണ്ഠൻ ആ പാട്ടുകൾക്ക് മൂളാറുണ്ടോ? ഇല്ല, ഞാൻ നന്നായിട്ട് പാടി അവർ വെച്ചിട്ടുണ്ട്. ഞാൻ പാടിയത് ബാലേട്ടൻ നമുക്ക് മോശമായിട്ടൊന്നും കേൾക്കേണ്ടത് അങ്ങനെ കേൾക്കാം. അങ്ങനെ കേൾക്കാം. മൈക്ക് കൊടുക്കും മണികണ്ഠന്. അനിലൊക്കെ സഹായിക്കും. അത് പാടിയവരോടും മ്യൂസിക് ഡയറക്ടറോടും എല്ലാവരോടും മാപ്പ്. ഞാനറിയും കുരലുകളെല്ലാം എൻ്റേതോ പൊന്നച്ച, നീയറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനേ. ഞാനേന്തിയ ചാരവും ചരവും മധുവല്ലേ എൻ്റച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനേ. നാം പൊത്തിയ പൊക്കാളിക്കര നാം പൊത്തിയ പക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറപ്പം വെന്തേ പോയി എൻ മകനേ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലെൻ മകനേ, ഇക്കായൽ കരയും കഴവും ആരുടേതുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊക്കെ കലഹിച്ചു പൊറുക്കും നിമിടം ഭൂലോകം തിരുമകനെ, നരകിച്ചു മരിക്കും നിവിടം ഇഹലോകം പൊന്മകനെ. ഒട്ടും മോശമായിട്ടില്ല. അതെ, നമ്മളൊന്നും മോശം കേൾക്കാനിരുന്നപ്പോ അതെ ഇതിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് വരട്ടെ ഒരാള്. ഈ കാണുന്നതൊന്നും നമ്മുടെതല്ല, നമുക്ക് ആകാശം വിൽക്കാനൊക്കെ ഇല്ലെന്ന് സിയാറ്റിൽ ഇപ്പം പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ആകാശവും മണ്ണും വിൽക്കാനൊക്കെ ഉള്ളത് ആരുടെയും അല്ല എല്ലാവരുടെയും ആണെന്ന് പറയുന്ന ആ ഒരു സങ്കല്പവും ഈ അയ്യപ്പൻ പാട്ടും കൂടെ വെച്ചിട്ട് ഈ പ്രിപ്പറേഷന് മാത്രമേ സമയം എടുത്തുള്ളൂ. എഴുതുന്ന വളരെ പെട്ടെന്ന് എഴുതുന്നത്. അപ്പം സുബ്ബു ഞാനും കൂട്ടി ഇരുന്ന് പാട്ട് വെക്കുന്ന സെഷൻസ് ഇങ്ങനെ നീണ്ട് പോവാണ്. അപ്പം രാജീവ് അങ്ങനെ ഒന്നും ഇടപെടത്തില്ല. എല്ലാ ദിവസം വൈകിട്ട് വന്നിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ കുറച്ച് ഇരുന്നിട്ട് പോകും. പെട്ടെന്നൊരു സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങനെ എഴുതിയത് ഈ പാട്ട് ശരിക്കും ഈ ഒറിജിനലായ കമ്മട്ട് റെയിൽവേ കോളനിക്ക് അടുത്തുള്ള കോളനി ആ ഭാഗത്ത് വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പങ്കെടുത്തിട്ടുള്ള പലരും ഈ പ്രദേശത്തുള്ള ഇത് ഒറിജിനലായ മനുഷ്യർ തന്നെയാണ്, വിനായകൻ ഉൾപ്പെടെ. പക്ഷേ ആ പ്രദേശത്ത് അതിൻ്റെ അനുഭവസ്ഥരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ പാട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളിത് ഹോംവർക്കിൻ്റെ ഗുണവും കൂടെയാണത്. വിനായകനോടെ പോയി അവിധോനെ ഇപ്പം കാണാനില്ലെന്നാണ് പറഞ്ഞത്. മണികണ്ഠ വല്ല ഐഡിയ ഉണ്ടാ? ഗംഗ എവിടെയെന്നാണ് അന്വേഷണം. അതെ, എല്ലാവരും തട്ടിക്കൊണ്ട് പോയോ ഈ പറഞ്ഞത്? അനിൽ വല്ലോടത്തും കൊണ്ട് കരിച്ചോ? വിനായകനെ എനിക്ക് ആ സിനിമയിൽ വിനായകൻ്റെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എല്ലാ ആക്ടേഴ്സും ദുൽഖറിൻ്റെ ഈ 3 സ്റ്റേജ് ദുൽഖർ കാണിക്കുമ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ വരുത്തുന്ന മാറ്റം, ആ കൗമാര കാലഘട്ടത്തിലും അല്ലാതെ വരുന്ന മാറ്റം, അപ്പോൾ ആക്ടേഴ്സ് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുൽഖർ വീണ്ടും ഞാൻ 3 തവണ ഞാൻ ആ സിനിമ കണ്ടു. ഞാൻ അഭിനയിച്ചുകൊണ്ടല്ല. ഗംഗ ഉണ്ടാക്കുന്നൊരു പെയിനുണ്ട്, ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നൊരു പെയിൻ. ആ പെയിൻ വിനായകൻ അത് ഗംഭീരമായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സംസ്ഥാന അവാർഡോ നാഷണൽ അവാർഡോ ഒക്കെ വിനായകന് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഒരിക്കലും നമ്മുടെ നിലനിൽക്കുന്ന സിനിമയിൽ നമ്മൾക്കിപ്പം ബാലേട്ടനായിട്ടോ അല്ലെങ്കിൽ വലിയേട്ടനായിട്ടോ അങ്ങനത്തെ ഒരു വേഷം മമ്മൂട്ടിക്ക് മോഹൻലാലിന് മാത്രമേ കിട്ടൂ. വിനായകൻ അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് കിട്ടാൻ പോകുന്നില്ല. ഈ കിട്ടിയ കഥാപാത്രത്തിന് ഇത്രയും ഗംഭീരമായിട്ട് എനിക്കത് ഒരു ഇൻ്റർനാഷണൽ, നമ്മൾ ചില ഹോളിവുഡ് സിനിമയിലൊക്കെ ചില കഥാപാത്രങ്ങളെ കാണുമ്പോഴാണ് വിനായകൻ അത് ഗംഭീരമായിട്ട് അഭിനയിച്ചത്. ഇത് പിന്നെ മണികണ്ഠൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ അനിൽ മണികണ്ഠനെ കുറിച്ച് പറയാതിരിക്കുന്നത്. അല്ലല്ല, മണികണ്ഠൻ എനിക്ക് നേരത്തെ അറിയില്ല. മണികണ്ഠൻ എൻ്റെ അനിയൻ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ആ സിനിമയെ അതെ ആ പുളിക്കടവിൽ വെച്ചിട്ടുള്ള പെർഫോമൻസ്, ഒരു കുളത്തിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ജീവിച്ച ഒരു സാഹചര്യം കൂടിയായിരുന്നു അല്ലേ? കുറേ അനുഭവങ്ങളും കണ്ട കാഴ്ചകളൊക്കെ അല്ലേ? കണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ
തൃപ്പൂണിത്തുറയിൽ തോപ്പിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. തോപ്പിൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ വല്യച്ഛൻ്റെ വീട്, തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം കമ്മട്ടിപ്പാടാണ്. അതേപോലെയുള്ളൊരു ആളുകളും നല്ല പച്ചപ്പും പാടവും പുഴയും ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ. അപ്പോൾ എനിക്ക് കൂടുതൽ അവിടെ നിൽക്കാൻ താല്പര്യം. ചേട്ടന്മാരും അങ്ങനത്തെ ചെറിയ ചെറിയ അവിടുത്തെ പിള്ളേരും ഇവിടുത്തെ പിള്ളേരും തമ്മിലിടി, അങ്ങനത്തെ മാച്ച് കളിക്കലും അപ്പം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നല്ലാതെ ഇത്രയും ആഴമായിട്ടുള്ള അവരുടെ വേദനകളും ഭാഗമായിട്ടില്ലെങ്കിലും ഒന്ന് നിരീക്ഷിച്ചതൊക്കെ. അതെ, ഈ വേദനകളൊക്കെ മണികണ്ഠൻ അല്പം ദൂരം നിന്നാണെങ്കിലും കണ്ടിട്ടുണ്ട്. അന്ന് നിരീക്ഷിച്ചു വെച്ചതൊന്നുമല്ല, പക്ഷെ അതൊക്കെ കണ്ടത് എവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. മെഡലോപ്ലാങ്കട്ടയിലുണ്ട്. അതെ, അതാണ് പ്രധാനം. അതാണ് ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. കണ്ട് തഴമ്പിച്ച ഒരുപാട് സാഹചര്യങ്ങളാണ് അതിനകത്ത് പുനർജനിക്കുന്നത്. വരാം. ഇപ്പോൾ പലരുടെ നമ്മുടെ പടത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഫാമിലീസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പടത്തിനെ കുറിച്ച് റെസ്പോൺസൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല ഫാമിലീസൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളത് കാണാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികളിൽ അത് വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട് എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പിന്നിലെ കഥകളൊക്കെ കുട്ടികൾ അറിയണ്ടേ. അതിപ്പോൾ അതിൽ വയലൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ രാമായണമായാലും മഹാഭാരതമായാലും അങ്ങനെ എല്ലാത്തിലും യുദ്ധവും കാര്യങ്ങളും ഒക്കെ വരുന്നില്ല. അതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല, കുട്ടികൾ കാണുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത് കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് ബാലേട്ടൻ്റെ അഭിപ്രായം? ഒരു ഇമ്പാക്റ്റ് ബാലേട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നും എനിക്കറിയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒരു ടെലിവിഷൻ്റെ ഒരു എന്താ പറയുക ഒരു ആളെന്തായി കൊണ്ട് പറയുകയാണ്, ഈ സിനിമ ഇതുപോലെ ടെലിവിഷനിൽ കാണിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല അത് ഈ സിനിമയുടെ പല ആൾക്കാർക്കും അറിയുമോ എന്നുള്ള അറിയില്ല. അറിയായിരുന്നില്ലല്ലോ. ഈ സിനിമ നമുക്ക് തൊടാൻ പറ്റും. അല്ല, ഞാനും അതിങ്ങനെ വന്നപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാജീവിനോട് ചോദിച്ചു, ആവുന്നതുകൊണ്ട് എന്തുവാ രാജീവേ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അത് പറയട്ടെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതിന്. അത് ചാനലുകാർക്കോ അവർക്കൊന്നും നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അതിലൂടെ കാണേണ്ടവരുടെ മുമ്പിലേക്ക് അത് എത്തിപ്പെടുത്താൻ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഷൈൻ ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് വ്യക്തമായിട്ടൊരു ചോദ്യം പണ്ടുകാലം തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, സിനിമയ്ക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഒരു സെൻസർഷിപ്പ്? ഇപ്പം നാടകം ഞാൻ എഴുതി അവതരിപ്പിക്കുക, എനിക്ക് ഇന്നലെ എൻ്റെ 10-25 വയസ്സിന് സീരിയലിനില്ല, നാടകത്തിനില്ല, കഥകളിക്കില്ല, മോഹിനിയാട്ടത്തിനില്ല, എഴുത്തുകാർക്ക്, നോവൽ എഴുതുന്നവർക്ക്, ചെറുകഥ എഴുതുന്നവർക്ക്, കവിത എഴുതുന്നവർക്ക് ആർക്കും ഒരു സെൻസർഷിപ്പ് ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സെൻസർഷിപ്പ്? മാത്രമല്ല, ഇപ്പോൾ വിജയകൃഷ്ണനെ പോലെയുള്ള ഒരാൾ ഞാൻ പറയുക, അദ്ദേഹം ലോക സിനിമകൾ മുഴുവൻ കാണുകയും അതിൻ്റെ നഗ്നത ഉള്ള സിനിമയായാലും വയലൻസ് ഉള്ള സിനിമകളും അങ്ങനെ തന്നെ കാണുകയും ആസ്വദിക്കുകയും അതിനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി എഴുതുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് സെൻസർഷിപ്പിൻ്റെ ഒരാളായി വന്ന് നിൽക്കാൻ പറ്റുക? അവിടെ നിൽക്കുമ്പോൾ പോലും എന്തിനാണ് ഇങ്ങനത്തെ ഇതിനകത്ത് സത്യത്തിൽ സാധാരണ ഒരു വയലൻസ് ഒക്കെ ഉള്ള പടത്തിനേക്കാൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണുന്നത് ഇത് കലാത്മകമായി ചെയ്തൊരു പടമാണ്. കല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം പറയലല്ല, സൂചിപ്പിക്കലാണ്. ഇതിലെ ആക്ഷൻസ് എല്ലാം സൂചനകൾ കൊണ്ട് വളരെ പൊയറ്റിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണിത്. എല്ലാം വലിച്ചു വാരി കാണിച്ചിട്ടുള്ള എത്രയോ അതിഭീകരമായ സിനിമകൾ മലയാളത്തിൽ തന്നെ നമ്മൾ എത്രയോ വർഷം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ബോധപൂർവമായി ഇതിനെ ഒരു ഏപ്പടമാക്കി വിടുമ്പം അതിൻ്റെ അർത്ഥം ആ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഔന്നത്യക്കുറവാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു ദ്രോഹബുദ്ധിയുടെ ഭാഗമായി ശൈലി പുസ്തകത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ പാടില്ല. അങ്ങനെ ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ ഈ പടം തിയേറ്ററിൽ എത്തിക്കാനേ പറ്റത്തില്ലെന്ന് അങ്ങ് പറയുന്നതാണ്. ഇതിന് ഒരു ഇതും കൊടുക്കണ്ട. മണികണ്ഠ ഒരു ഏപ്പടത്തിൽ അഭിനയിച്ച ഒരാളാന്നുള്ളൊരു പ്രതീതി ഉണ്ടോ? ഏപ്പടം എന്നൊക്കെ പറഞ്ഞ സംഭവം മാറി. നാട്ടുകാർ ചോദിക്കുമോ ഇയാൾ ഏപ്പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്? എല്ലാവരും ചോദിച്ചു അങ്ങനെ. അതുകൊണ്ടാണോ മണികണ്ഠൻ പറഞ്ഞത് എനിക്ക് ആൾക്കാരുടെ പ്രണയ സന്ദേശമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനുള്ള സാധ്യതയില്ലാന്ന്? അതുകൊണ്ടല്ല, നമ്മൾ ഈ ഇടിയും ബഹളവും ഏതുതരം അടിയാണല്ലോ അതിനകത്ത്, ഏതുതരം വെള്ളമാണ്. അതൊക്കെ ആയിരിക്കാം. പക്ഷെ മണികണ്ഠന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടിട്ടുള്ള പെൺകുട്ടികളെല്ലാം വിചാരിക്കുന്ന ഇയാൾ അതുപോലെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് 2-3 ഫോണൊക്കെ മേടിച്ച് വെച്ചെങ്കിൽ പോലും ഒരു SMS പോലും കിട്ടിയിട്ടില്ല. അതാണ് മണികണ്ഠനെ പറ്റി അല്ലേ മണികണ്ഠ?
സിനിമയ്ക്ക് പക്ഷേ അങ്ങനെയല്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞാൻ പോയത് എൻ്റെ അമ്മയെ കൊണ്ടാണ് പോയത്. അമ്മ, മോള്, എൻ്റെ ചേട്ടൻ, ചേട്ടൻ്റെ മോള്, ചേട്ടൻ്റെ ഫാമിലി ഒക്കെ ആയിട്ടാണ് പോയത്. സിനിമ കാണുന്ന സമയത്ത് അവർക്കൊന്നും ഇതിൽ എന്തെങ്കിലും, കാരണം ഇതിനേക്കാളും കൂടുതൽ ഇതിൽ മറ്റേ അശ്ലീല സീനുകളൊന്നും തന്നെ ഇല്ല, സംഭവമേ ഇല്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് ഇതിലെ ഫൈറ്റ് നമ്മൾ എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു. കുത്തുന്നതിൻ്റെ ക്ലോസ് ഷോട്ട്, ബ്ലഡ് ക്യാമറയിലേക്ക്, അതായത് പ്രേക്ഷകന്റെ മുഖത്തേക്ക് ബ്ലഡ് തെറിക്കും പോലത്തെ എത്രയോ സിനിമകൾ കണ്ടു കഴിഞ്ഞു. അതിനൊന്നും ഇല്ലാത്തൊരു എ സർട്ടിഫിക്കറ്റ് രാജീവ് രവിയുടെ ഫിലിമിന് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഔന്നത്യക്കുറവാണോ, അത് ഇനി എന്തെങ്കിലും വ്യക്തിപരമായിട്ട് സിനിമ രാഷ്ട്രീയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയം, അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലൊരു ഹിഡൻ അജണ്ട വേറെ ഉണ്ടെന്നും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാലേട്ടനോടുള്ള എനിക്ക് ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ബാലേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ, അതായത് ശുദ്ധ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റൂ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഗാനം, ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിൽ ഉൾക്കട ശോകത്തിൽ എന്നുള്ള ഗാനം, ബാലേട്ടന്റെ ആ മധുര സ്വരത്തിൽ ഒന്നുകൂടെ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് പാടിത്തരിക. അതോടുകൂടി തന്നെ അത് മറ്റുള്ളവർക്കും സന്തോഷം പകരുന്ന ഒരു മധുരമായ ശബ്ദമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല, ഇനിയും ബാലേട്ടനിൽ നിന്നും നല്ല നല്ല കുറെ തിരക്കഥകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ. അത് ഞങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ബാലേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ, അല്ലെങ്കിൽ ഒരു ശുദ്ധ മനസ്സുള്ള ഒരാളുടെ കലാസൃഷ്ടി ഒരിക്കലും മോശമാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു ബാലേട്ട. താങ്ക് യു പ്രകാശ്. ഇത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ ജൂനിയറായിട്ടാണ് VK പ്രകാശ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അത്ര നല്ല ഗായകനാണ് അല്ലെന്നുള്ളത് എനിക്കും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ അടുക്ക വന്നിരുന്നുകൊണ്ട് ഒരു പാട്ട് എപ്പോഴും എന്നെ കൊണ്ട് പാടിപ്പിക്കും. അതെന്തിനാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇത് റിലാക്സ് ചെയ്യാനുള്ള ഇവൻ്റെ ഒരു ട്രിക്കല്ലേ എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് PJ ആൻ്റണിയുടെ കംപ്ലീറ്റ് കളക്ഷൻസ് ഒരു 4 വോളിയം, PJ ആൻ്റണിയുടെ നാടകങ്ങൾ അത് ഇതെല്ലാം ചേർത്ത് നമ്മുടെ SPC ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ 4 എണ്ണം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഗാനരചനയുടെ ഒരു പോർഷനുണ്ട്, അത് ഞാൻ എടുത്ത് ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കിയിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഈ പാടാറുള്ള പാട്ടുണ്ടോയെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് ചുമ്മാ ഒന്ന് കേട്ടോ. ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിലൊരുൾക്കട ശോകത്തിൻ സിന്ധു, ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിലൊരുൾക്കട സ്നേഹത്തിൻ സിന്ധു. VK പ്രകാശ് ഈ പാട്ട് കേട്ടിട്ട് എന്തോ ഒരു സാധനത്തുണ്ട്, എന്തോ കാണുമായിരിക്കും. നമ്മളത് എന്തുകൊണ്ട് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് പണിയണ്ട, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഉടക്കിയിട്ടുണ്ട് എവിടെയോ. അതിന് നിങ്ങളെ അദ്ദേഹം ഒരു ഷോൾഡറായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. ചില പ്ലേ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ ഓരോരുത്തരും ഓരോ വഴി കണ്ടെത്തും റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് അവൻ കണ്ടതാണ്, നല്ലപോലെ പാടുന്ന ഒരാളിനെ കൊണ്ട് പാടിച്ചാൽ അവൻ്റെ ഉള്ളിൽ രസിക്കാൻ പറ്റത്തില്ല. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഒരുത്തം പാടുന്ന അവസരത്തിൽ അവന് ആരെ വാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തോളയിൽ അടിച്ച് ഇതിടയ്ക്കിടയ്ക്ക് മൂഡ് മാറ്റും. അതാകണമെന്നാണ് എൻ്റെ വിചാരം. അനിലിന് വേണ്ടിയിട്ടൊരു ചോദ്യം ഒരാൾ ചോദിക്കാൻ വേണ്ടി വരുന്നു. സമർപ്പണം എന്ന് പറയുന്ന അടുത്ത് റിലീസാവാൻ പോകുന്ന ആ സിനിമയിലേക്കുള്ളൊരു മുഖ്യ കഥാപാത്രം, അരവിന്ദൻ എന്നു പേരുള്ളൊരു മുഖ്യ കഥാപാത്രത്തിന് ഡോക്ടറാണ് അദ്ദേഹം, ആ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിന് പറ്റുന്ന ഒരു നടനെ ഞാൻ കുറച്ച് കാലം മുമ്പേ തന്നെ തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ വർക്ക് ആരംഭിക്കുന്ന കാലത്ത് തന്നെ തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രോജക്റ്റിനോട് യോജിച്ചു പോകുന്ന ഒരു നടൻ എന്ന രീതിയിലുള്ള നമ്മുടെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഒടുവിലാണ് ഞാൻ അവസാനം അനിൽ നെടുമങ്ങാടിൻ്റെ അടുത്ത് എത്തുന്നത്. സത്യസന്ധമായി പറയുകയാണ്, വളരെ സംതൃപ്തിയോടുകൂടി പറയുകയാണ്, അനിൽ നെടുമങ്ങാട് മലയാളത്തിൽ ഉയർന്നു വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന, ഇനിയും ഉയരങ്ങളിലേക്ക് വരാനിരിക്കുന്ന വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു നടനായിട്ട് മാറാൻ പോകുന്ന ഒരു ആളാണ്. മറ്റു പല സിനിമകളുടെ അനുഭവത്തിൽ, മറ്റ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള സിനിമകളുടെ അനുഭവത്തിലും ഞാൻ വളരെയധികം സംതൃപ്തനാണ്. അനിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു. അതെ, ഞാൻ സന്തോഷ് കുര്യാറ്റൂർ, ബാലേട്ടനുണ്ട്, നിങ്ങളൊക്കെ അഭിനയിച്ച സിനിമ. അത് ശ്രദ്ധേയമായിട്ടുള്ള റോളാണോ?
അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി സിംഗ് സൗണ്ടാണ്. അനിൽ ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്തു ഈ മീഡിയത്തിൽ, ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്ത സമയത്ത് എനിക്കൊരു ഗുണം കിട്ടിയത്, ഞാൻ ചാനലിൽ ആദ്യം തന്നെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങി. പ്രോഗ്രാം ഹിറ്റായി, ഒരു സ്റ്റാർ വാർ ഹിറ്റായി, പിന്നെ ജുറാസിക് വേൾഡ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു സൈഡിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. ബാക്കി എൻ്റെ ഉള്ള സുഹൃത്തുക്കൾ എന്നെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നാടകത്തിലിരുന്ന ആൾക്കാർ. മണികണ്ഠനെ പോലെ ചായ കൊടുക്കാൻ പോകേണ്ട വന്നില്ല. ചായ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാത്തത് ഞാൻ പീതാംബരൻ നായരെ ഓമനക്കുഞ്ഞമ്മയുടെ മകനായതുകൊണ്ടാണ്. അപ്പോൾ അത് കമ്മിറ്റിപ്പാടം പോലെയാണ്. എനിക്ക് അങ്ങനെ ചായ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നാളെ വരുമെന്നറിയില്ല. ഇപ്പം സാർ ചോദിച്ച പോലെ സിനിമയിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആക്ടർ എന്നുള്ള നിലയിൽ കോൺഫിഡൻസ് ഉണ്ട്. സിനിമയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് അതൊക്കെ ഒരുപാട് ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും. അങ്ങനെ നമ്മളിപ്പോൾ രാജീവേട്ടനായിട്ടുള്ള സൗഹൃദം കൊണ്ട് രാജീവേട്ടൻ കാസ്റ്റ് ചെയ്തു. അടുത്തിനി അങ്ങനെ ഒരു കാസ്റ്റ് ഇല്ല. പിന്നെ അവർ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുക, അവർ ചെന്ന് കാണുക, ചാൻസ് ചോദിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യും. പക്ഷെ നമുക്ക് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് പ്രദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കുമ്പോൾ വേറൊരു ലെവലിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. ഇനിയിപ്പോൾ അനിൽ സിനിമയെ കാണാൻ പോകുന്ന വേറൊരു ലെവലിലാണ്, അനിലിനെ കാണാൻ പോകുന്നത് വേറെ ലെവലിലാണ്. വലിയ വ്യത്യാസമാണ്. ഈ കമ്മട്ടിപ്പാടമില്ലായിരുന്നെങ്കിൽ മണികണ്ഠന് എത്രത്തോളം അപകർഷതാബോധം ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു സിനിമയിൽ പോകും, ശരിയല്ലേ മണികണ്ഠൻ? ശരിയല്ലേ? ഇപ്പം മണികണ്ഠൻ ഇങ്ങനെ എന്താ പറയുക, ജ്വലിച്ച് നിൽക്കുകയാണ്. ടെലഫോണൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ആരാധകർ മണികണ്ഠനെ ഇങ്ങനെ. ഞാൻ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും ദിവസം കഴിഞ്ഞു. ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഒന്നുകിൽ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഈ നിമിഷം വരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് തിരക്കായി മണികണ്ഠ സ്വഭാവമൊന്നും മാറ്റില്ല എന്ന് ഇടയ്ക്ക് ആണയിടുകയും ചെയ്തു. പക്ഷെ മൊത്തം മാറ്റി. അതായത് 2 മൊബൈലും പണി തന്നെ. 2 മൊബൈലുണ്ട്. അത് നേരത്തെ പോലുണ്ട്, മീൻ വെട്ടും പോലുണ്ട്. മീൻ വെട്ടി ഉണ്ടാക്കിയ കാശാണ് മൊബൈൽ. അപ്പം 2 മൊബൈലും ഒന്ന് ഹാങ്ങായി, കുറെ കോളുകൾ വന്നിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് സ്ഥിരമായിട്ട് ആൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഫോൺ കിട്ടുമായിരുന്നു. ഞാൻ എപ്പോഴും എറണാകുളത്ത് നിന്നാലും മണികണ്ഠനുണ്ട്, മണികണ്ഠൻ വിളിച്ച മണികണ്ഠൻ കിട്ടും, ഞങ്ങൾ റൂമിൽ ഒരുമിച്ച് കാണും. സിനിമ റിലീസായതിനു ശേഷമാണ് ഈ 2 ഫോൺ ഹാങ്. അല്ല, മൊത്തത്തിൽ ആൾക്കാരുടെ വിളി അങ്ങോട്ട് കൂടിയല്ലേ, വലിയ ശല്യമായി തുടങ്ങി. ശല്യമല്ല, ഉള്ള പണി കളയാനുള്ള പരിപാടിയാണ്. ഒരിക്കലും ശല്യമാവില്ല, സന്തോഷമാണ്. പിന്നെ എനിക്ക് പറ്റാണ്ടായി പിന്നെ സംസാരിച്ചാൽ ചെറുതായിട്ടൊന്ന് തലയൊക്കെ ചുറ്റി. അതായത് ആദ്യമായിട്ടാണല്ലോ ഒന്ന് കിളി പറന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ സന്തോഷം. ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുന്നു. മധുപാൽ സാറ്, പിന്നെ നാദിഷ്ക, ഉണ്ണിയാർ, അങ്ങനെ കുറേ പേര് സന്തോഷിച്ച്. ഈ പടമൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ ആ മീൻ മാർക്കറ്റിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു മണികണ്ഠൻ്റെ ഒരു ഭാവം? ഒരു ഭാവമല്ല. മീൻ മാർക്കറ്റിൽ ഞാൻ അവിടുത്തെ കോട്ടും അവിടുത്തെ ഡ്രസ്സും ഇട്ടാ പോകുന്നു. സിനിമയിൽ വേറെയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ മീനിന്റെ ഭാവത്തിൽ വല്ല മാറ്റം ഉണ്ടായിരുന്നു? ഒരു ഭാവം മാറ്റമില്ല. ഇപ്പൊ അവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ അവിടെ ബാലൻ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ച ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ വന്ന് ഉള്ള പണി കളയരുതെന്ന് പറഞ്ഞേക്കണം. പക്ഷെ ഇത് ഭയങ്കര സെയിൽസ് ആയിരിക്കും കേട്ടോ ഫിഷിന്, അല്ലേ? അല്ലേ, ഏറ്റവും ഗുണം ചെയ്യുന്നത് മീനാണ്. വരട്ടെ. മണികണ്ഠമാവൻ്റെ സിനിമ ഞാൻ കണ്ടു, നല്ലതായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മണികണ്ഠമാവനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എല്ലാവരും കൈയടിക്കലും അതൊക്കെ മണികണ്ഠമാവൻ കാണുമ്പോൾ, മണികണ്ഠമാവന് ആ കൈയടിയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഇനി വലിയ സിനിമാകാരൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ മറക്കുമോ? എൻ്റെ മോനെ ഓൾറെഡി മറന്നു കഴിഞ്ഞു. അനിൽ പോലും ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ഇപ്പം. അതെ, ബാലണ്ണൻ എടുത്തിട്ട് വിളിച്ചിട്ട്. സീനിയറാണ് അവൻ സിനിമയില്. ഇവൻ സീനിയറാണ്. അതെ, ജയരാജ് സാറിന്റെ ഒറ്റാൽ സിനിമയില് കുട്ടപ്പായി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഷാബു ചേട്ടന്റെ മകനാണ്. മറക്കാനോ എവിടെ മറന്നാ പിന്നെ മണികണ്ഠനില്ല, അത് തീർന്നതോടെ. പക്ഷെ എങ്കിൽ പോലും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ചോദ്യമാണ് മണികണ്ഠനോട് ചോദിക്കാനുണ്ടാകുക. ഒരു വലിയൊരു ഫെയിമിലേക്ക് മണികണ്ഠൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരാളിങ്ങനെ അനിലിനോട് ചോദ്യം ചോദിക്കാൻ വെമ്പനിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ സത്യമാഷ് മുതൽ പൃഥ്വിരാജ് വരെയും പല നടീനടന്മാരെയും ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിൽ കൂടെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് അനിൽ. അതായത് കൈരളി ചാനലിൽ തന്നെ ജുറാസിക് വേൾഡ്, സ്റ്റാർ വാർ മുതൽ. അപ്പോൾ ആ അനിലിനോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അനിലിനോടൊരു ചോദ്യം, ഒരു ചോദ്യമാക്കണ്ട, ഒരു 1.5 ചോദ്യം. വാട്ട് ഈസ് ആക്ടിങ്? അനിലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഭിനയം? വാട്ട് ഈസ് പർപ്പസ് ഓഫ് ആക്ടിങ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആക്ടിങ്? എന്തിനാണ് അഭിനയം? പറ.
അല്ലേട്ടാ ഒന്നൊന്നര പണിയാ ഇവിടുത്തെ. ഇല്ല ഇത് പലതവണ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഇതൊരു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏത് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ ജോസിൻ്റെ അടുത്ത് പറയും, ജോസേ ഇത്തവണെങ്കിലും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മറക്കാതെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പം പബ്ലിക്കായിട്ട് ഇങ്ങനെ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ പോലും അവനൊരു പ്രയോജനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു എന്തിനാണ് അഭിനയിക്കുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ജീവിതവൃത്തിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട, അതേ ഒരു കലാപരമായിട്ടുള്ള ഒരു അത് ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ്. അത് ജീവിതവൃത്തി മാത്രമല്ല, നമ്മൾ ഈ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ ജുറാസിക് വേൾഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് വിളിക്കുന്നതെല്ലാം കോമഡി പ്രോഗ്രാം ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് അന്ന് സുരാജ് വെഞ്ഞാറമൂട് ക്ലിക്കായി. പിന്നെ അനിൽ നെടുമങ്ങാട്, ഇപ്പോൾ സുരാജിൻ്റെ ഡേറ്റ് ഇല്ലാതെ വരുന്ന കൊച്ചു കൊച്ചു സീനിൽ ഇതിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അനിൽ നെടുമങ്ങാട് ഒരു കോമഡിക്കാരനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അഭിനയിക്കാൻ പോയിട്ടില്ല. അത് അഭിനയം ഒരു പാഷൻ തന്നെയാണ്, പാഷനാണ്. അതല്ലാതെ എങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കാലം ട്രിവാൻഡ്രത്ത് ഒരു ജോലിയില്ലാതെ അമ്മയിലെ പെൻഷൻ കാശ് കൊണ്ട് മാത്രം ജീവിച്ചു പോയാലാണ് ഞാൻ. എനിക്ക് ഒരുപാട് സീരിയലിലൊക്കെ അഭിനയിക്കായിരുന്നു. ഞാനത് കുറെ കാലം വെയിറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് എപ്പോഴെങ്കിലും ഒരു വേഷം വരും, അത്രയും ഒരു ക്യാരക്ടർ എവിടെ നിന്നെങ്കിലും വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റീവ് ലോപ്പസ് വന്നത്. പിന്നെ സ്റ്റീവ് ലോപ്പസ് അത് കണ്ടിട്ടാണ് സമർപ്പണത്തിൽ ഗോപി സാർ കാസ്റ്റ് ചെയ്ത്, പാവടയിൽ മണിയമ്പള രാജചേട്ടൻ വിളിച്ച് വേഷം നിന്നെല്ലാം സ്റ്റീവ് ലോപ്പസ് കണ്ടിട്ടാണ്. ബാലേട്ടൻ, നമുക്ക് ഇനിയും സംസാരിക്കാനുള്ള ഒരുപാട് കാര്യമുണ്ട്. പക്ഷേ സിനിമയ്ക്കും ഷോയ്ക്കും ഒക്കെ ഒരു സമയപരിമിതിയുണ്ട്. നിങ്ങളെ 3 പേരെയും കിട്ടിയത് ഞങ്ങളുടെ ഒരു സൗഭാഗ്യമാണ്, സന്തോഷമാണ്. നിറഞ്ഞോടുന്ന ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട 3 ആൾക്കാരെ ഇത്രയും നേരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്, ചരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമ മാത്രമല്ല, ഇനി ഇത് ഒരുപാട് കമ്മട്ടിപ്പാടങ്ങൾ വിജയകരമായി ഓടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും സിനിമയിൽ ഇനി തിരക്കേറിയ ദിനങ്ങൾ, മൂപ്പർക്ക് എല്ലാ രീതിയിലും, സംവിധാനത്തിലും തിരക്കഥയിലും അഭിനയത്തിന് രുചി അറിഞ്ഞറിഞ്ഞ് വരുന്നൊരു സമയമാണ്. അത് കൂടുതൽ രുചി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മണികണ്ഠന് നഷ്ടപ്പെട്ടു പോയ ആ 4 സംഭവങ്ങളിൽ ഇനി സംഭവിക്കട്ടെ 5ാമത്തതിൽ ഒരു പൂർണ്ണത വരട്ടെ, ടെലിഫോണിലേക്ക് SMS വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അനിലിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് JB ജംഗ്ഷൻ്റെ പേരിൽ എല്ലാവിധ ആശംസയും നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് വലിയ സന്തോഷമുണ്ട്. മികച്ച ടെലിവിഷൻ ഷോ ആയിട്ട് JB ജംഗ്ഷൻ 2014 തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കമ്മട്ടിപ്പാടത്തിൻ്റെ വിജയത്തോടൊപ്പം തന്നെ ആ ഒരു വിജയം കൂടി ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ ബാലേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ ക്രൂവിനും, എല്ലാവർക്കും വേണ്ടി ഈ വിജയാഘോഷത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുകയാണ്.